जयो राधा माधवा जयो कुंज बिहारी जयो राधा माधवा जयो कुंज बिहारी जय गोपी जनवल्लभा जयो गिरिवरदारी जयो गिरिवरदारी जय गोपी जनवल्लभा जयो गिरिवरदारी जयो गिरिवरदारी जयो यशोदानंदना जयो ब्रजनरंजना जयो यशोदानंदना जयो ब्रजनरंजना जयो यमुना तीरवनचारी जयो कुंज बिहारी जयो यमुना तीरवनचारी जयो कुंज बिहारी हरे कृष्णा 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 हरे 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 राम 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 हरे हरे कृष्णा कृष्णा हरे 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 राम 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 हरे हरे जयो राधा नील माधव राधा नील माधव राधे जयो राधा नील माधव राधा नील राधे जय रुक्मणी देवी जयो गौरागरी रुक्मणी देवी जयो गौरागरी जय रुक्मणी देवी जयो गौरागरी रुक्मणी देवी जयो गौरागरी जयो जगन्नाथ जयो जगन्नाथ बलदेवा जयो सुभद्रमाई जयो जगन्नाथ जयो जगन्नाथ बलदेवा जयो सुभद्रमाई जयो कृष्ण बलराम जयो कृष्ण बलराम कृष्ण बलराम जयो कृष्ण बलराम जयो कृष्ण बलराम जयो कृष्ण बलराम कृष्ण बलराम जयो कृष्ण बलराम जयो गौरानिताय जयो गौरानिताय गौरानिताय जयो गौरानिताय जयो गौरानिताय जयो गौरानिताय गौरानिताय जयो गौरानिताय जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव जय जय गुरुदेव 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 जय जय गुरुदेव
हरिनाम संकीर्तन महायज्ञ की जय। हरे कृष्णा महामंत्र युग धर्म की जय। हरिनाम संकीर्तन महायज्ञ की जय। श्रीमद् भागवतम भगवद गीता पठन यज्ञ की जय। श्रीला प्रभुपाद की जय। श्री गुरुदेव की जय। गौर प्रमानदे हरि बोल। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ഹരേ കൃഷ്ണ. വളരെ നന്ദി. എല്ലാ ഭക്തജനങ്ങൾക്കും ഹൃദയപൂർവ്വം ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീമദ് ഭഗവത്ഗീത 1-ാം അധ്യായം കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്നുള്ള അധ്യായത്തിൽ 26-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ ഭഗവാന്റെ കൃപ കൊണ്ട് ആദ്യത്തെ 25 ശ്ലോകം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് 26-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടാൻ പോകും. ഓക്കെ, ശരി. അപ്പോ ഞാൻ വായിക്കാം, ഭക്തജനങ്ങളേറ്റ് പറയുക. തത്ര പശ്യാസ്ഥിതാൻ പാർത്ത. ഏറ്റു പറയും. തത്ര പശ്യാസ്ഥിതാൻ പാർത്ത പിതൃനദാ പിതാമഹ. പിതൃനദാ പിതാമഹ. ആചാര്യാൻ മാതുലാൻ പാത്ര. ആചാര്യാൻ മാതുലാൻ ഭ്രാത്യാ. പുത്രാൻ പൗത്രാൻ സഹീസ്തദാ. പുത്രാൻ പൗത്രാൻ സഹീസ്തദാ. ശോശുരാൻ സുഹൃദാ ചൈവ. ശോശുരാൻ സുഹൃദാ ചൈവ. സേനയോരുഭയോരപി. സേനയോരുഭയോരപി. തത്ര പശ്യാസ്ഥിതാൻ പാർത്ത. തത്ര പശ്യാസ്ഥിതാൻ പാർത്ത. പിതൃനദാ പിതാമഹ. പിതൃനദാ പിതാമഹ. ആചാര്യാൻ മാതുലാൻ ഭ്രാത്യാ. ആചാര്യാൻ മാതുലാൻ ഭ്രാത്യാ. പുത്രാൻ പൗത്രാൻ സഹീംസ്തദാ. പുത്രാൻ പൗത്രാൻ സഹീംസ്തദാ. ശോശുരാൻ സുഹൃദാ ചൈവ. ശോശുരാൻ സുഹൃദാ ചൈവ. സേനയോരുഭയോരപി. സേനയോരുഭയോരപി. തത്ര പശ്യാസ്ഥിതാൻ പാർത്ത. പിതൃനദാ പിതാമഹ. ആചാര്യാൻ മാതുലാൻ ഭ്രാത്യാ. പുത്രാൻ പൗത്രാൻ സഹീംസ്തദാ.
शोशुरान् सहृदा चैव സേനയോരുഭയോരപി. ഒരാൾ വായിക്കണം. തത്ര പൈശാസ്പിതാൻ വാർത്ത പിതൃനദാ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ പ്രാത്യ പുത്രാൻ പൗത്രാൻ സഹീതദാ ശോശുരാൻ സുഹൃദാ ചൈവ സേനയോരുഭയോരപി. വെരി ഗുഡ്. അതാ, ഏറ്റു പറയുക. അതാ, പിന്നെ, പാർത്ത, അർജുനൻ, തത്ര, അവിടെ, ഉഭയോഹ, സേനയോഹ, അപി, രണ്ട് സൈന്യങ്ങളിലും, സ്ഥിതാൻ, നിൽക്കുന്ന, പിത്രാൻ, പിതാക്കളെയും, പിതാമഹൻ, പിതാമഹന്മാരെയും, ആചാര്യാൻ, ഗുരുക്കന്മാരെയും, മാതുലാൻ, അമ്മാവന്മാരെയും, പ്രാത്യാൻ, സഹോദരങ്ങളെയും, പുത്രന്മാരെയും, പൗത്രന്മാരെയും, സഹിൻ, സ്നേഹിതന്മാരെയും, തഥാ, അപ്രകാരം തന്നെ, ശോശുരന്മാരെയും, സൗഹൃദച്ച, സുഹൃത്തുക്കളെയും, അപശ്യത്, കണ്ടു. ഞാൻ വായിക്കാം, ഭക്തന്മാരെ ഏറ്റു പറയുക. ആ യുദ്ധരംഗത്തിൽ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ പിതൃതുല്യരെയും പിതാമഹന്മാരെയും ഗുരുജനങ്ങളെയും മാതുലന്മാരെയും സഹോദരന്മാർ, മക്കൾ, പൗത്രന്മാർ, സുഹൃത്തുക്കൾ, ഭാര്യാപിതാക്കന്മാർ എന്നിവരെയും അർജുനൻ കണ്ടു. ഞാൻ വായിക്കാൻ ശ്രദ്ധിച്ചു കേൾക്കുക. ആ യുദ്ധരംഗത്തിൽ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ പിതൃതുല്യരെയും പിതാമഹന്മാരെയും ഗുരുജനങ്ങളെയും മാതുലന്മാരെയും സഹോദരന്മാർ, മക്കൾ, പൗത്രന്മാർ, സുഹൃത്തുക്കൾ, ഭാര്യാപിതാക്കന്മാർ എന്നിവരെയും അർജുനൻ കണ്ടു. ഭാവാർത്ഥം ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. എല്ലാ ബന്ധുക്കളെയും അർജുനൻ പോർക്കളത്തിൽ കണ്ടു. പിതാവിന്റെ സമവയസ്കരായ ഭൂരിശ്രവസിനെ പോലുള്ളവർ, ഭീഷ്മനെയും സോമദത്തനെയും പോലുള്ള മുത്തച്ഛന്മാർ, ദ്രോണാചാര്യർ, കൃപാചാര്യർ മുതലായ ഗുരുജനങ്ങൾ, ശല്യ സകുനികളെ പോലുള്ള മാതുലന്മാർ, ദുര്യോധനാദികളായ സഹോദരന്മാർ, ലക്ഷ്മണാദികളായ പുത്രന്മാർ, അശ്വത്ഥാത്മാവ് തുടങ്ങിയ സുഹൃത്തുക്കൾ, കൃതവർമാവിനെ പോലുള്ള ഗുണകാംക്ഷികൾ, കൂടാതെ തന്റെ അനേകം സുഹൃത്തുക്കളെയും സൈന്യനിരകളിൽ അർജുനൻ കണ്ടു. ഓം തത്സത് ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുർമിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാമേഖ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീതപാദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സകഗണാ രഘുനാനിതം ത്വം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സഹലളിതാ ശ്രീ വിശാഖാനിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമസ്തേ. സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗൗർദിശേ നമഃ. നമോ ബ്രാഹ്മണ ദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ച
ജഗദ്ഗിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. പാഞ്ചാകൽപതരൂപേച്ഛ കൃപാ സിന്ധുഭേവ പതിതാനാം പാവനേഭോ വൈഷ്ണവേഭോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമോ ഓം വിശുദ്ധ കൃഷ്ണ പൃഷ്ഠായ ബദരി ശ്രീമതി മഹാവിഷ്ണു ഗോസ്വാമി നാമിനെ നമാം മൂർധന്യ ജനാരവിന്ദേ ശ്രീ ഭാഗവത പ്രചാരണ ലോകധാരണ ശ്രീല മഹാവിഷ്ണു ഗോസ്വാമി നാമ. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. ഇന്ന് എല്ലാ ഭക്തജനങ്ങളും കുറച്ച് അധികമായി വന്നിട്ടുണ്ട്. വളരെ നന്ദിയുണ്ട്. പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. നന്ദി, സ്വാഗതം. ഭഗവത്ഗീത ക്ലാസ് കുറച്ച് ദിവസമായി പിള്ളേരൊക്കെ വന്നതിൽ സന്തോഷം. ഭഗവത്ഗീത നമ്മൾ റെഗുലർ ആയിട്ട് അഭ്യസിക്കേണ്ട ഒരു ഗ്രന്ഥം. അപ്പൊ റെഗുലർ ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ വലിയൊരു ചലനം ഈ പുസ്തകം നമുക്ക് ഉണ്ടാക്കി തരും. ഒരു സംശയം വേണം. ഇതൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സാണ്. നമ്മുടെ പേഴ്സണാലിറ്റിയിൽ വലിയൊരു പരിവർത്തനം ഈ റെഗുലർ ആയിട്ടുള്ള ഭഗവത്ഗീത ശ്രവണം കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ്. അർജുനൻ കർത്തവ്യ നിർവഹണത്തിൽ സ്വയമേ പിന്മാറിയപ്പോൾ കൃഷ്ണൻ ഉപദേശിച്ചതാണ് ഭഗവത്ഗീത. അപ്പൊ അദ്ദേഹം അതിശക്തമായി ആ കർത്തവ്യത്തിൽ മുന്നോട്ട് വരികയും സക്സസ് ആവുകയും ചെയ്യും. അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ ലൈഫിലും സംഭവിക്കുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്തെങ്കിലും കർത്തവ്യ നിർവഹണത്തിൽ ഒരു അലസത ബാധിച്ച് നമ്മൾ പുറകോട്ട് പോവുകയാണെങ്കിൽ, നമ്മൾ ഭഗവത്ഗീത റെഗുലറായിട്ട് അഭ്യസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ആ അലസതയിൽ നിന്നും പുറത്തു വരാൻ കഴിയും. അതാണ് ഭഗവത്ഗീത എല്ലാവരും വായിക്കണമെന്ന് ഒരു ഭൗതിക വീക്ഷണകോണിൽ നിന്നും നമ്മൾ പറയുന്നു. എന്നാൽ ഇതൊരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ്. പ്രോഡക്റ്റ് അതല്ല. പ്രോഡക്റ്റ് വേറെ ലെവലാണ്. ആ ഭഗവാനെ കുറിച്ചുള്ള അറിവും നമ്മുടെ എത്രയോ കോടി ജന്മങ്ങളിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്ന വിദ്യ ഭഗവത്ഗീത അഭ്യസിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരൊറ്റ ജന്മത്തെ കൊണ്ട് തന്നെ കോടാനുകോടി ജനന മരണ ചക്രത്തിൽ നിന്നും നമുക്ക് പുറത്തു കിടക്കാൻ കഴിയും. ഇതാണ് ഭഗവത്ഗീതയുടെ അടുത്തൊരു ലെവൽ. പിന്നെ ഒരു ലെവൽ പറയുകയാണെങ്കിൽ നമുക്ക് ഭഗവാനായിട്ടുള്ള ഭക്തിയുക്ത ഭഗവത് സേവനം ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. ഭഗവാനിലേക്ക് നമുക്ക് വിട്ടുപോയ ബന്ധം റീകണക്ട് ചെയ്യാൻ പറ്റും. ഭഗവാനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. ഭഗവാന് നമ്മളോടും വളരെ കൂടുതൽ ബന്ധമുണ്ടാക്കാനും കഴിയും. ജീവാത്മാവിന് പരമാത്മനെ കുറിച്ച് അറിയാനുള്ള അവസരമാണ് ഭഗവത്ഗീത പഠനത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ യഥാർത്ഥ മനുഷ്യ ലക്ഷ്യത്തിലേക്ക് നമുക്ക് കുതിച്ചു വരാൻ നമുക്ക് ഭഗവത്ഗീത പഠനം കൊണ്ട് പറ്റും. അതുകൊണ്ട് ഭഗവത്ഗീത പഠനം എന്ത് തിരക്കിന്റെ ഇടയിലും നമ്മൾ അഭ്യസിക്കേണ്ടതാണ്. അത് എന്ത് തിരക്കിന്റെ ഇടയിലും ഭഗവത്ഗീത അഭ്യാസം ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തത്. അതുകൊണ്ട് എന്ത് ജോലി ഉണ്ടെങ്കിലും ഭഗവത്ഗീത ക്ലാസ് നിങ്ങൾ മിസ്സാക്കാതെ വരണമെന്ന് ഈ അവസരത്തിൽ ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ പഠിച്ച ശ്ലോകത്തില് ഇന്ന് നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത് 1-ാം അധ്യായം കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്നുള്ള അധ്യായത്തിൽ. മൊത്തം 18 അധ്യായങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ അധ്യായമാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിവിടെ ക്ലാസ് തുടങ്ങി 25 ശ്ലോകം കഴിഞ്ഞു. നമ്മൾ 26-ാമത്തെ ശ്ലോകമാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ യുദ്ധത്തിനായി ഒന്നിച്ചു കൂടി വന്നിരിക്കുന്ന പാണ്ഡവരുടെ സൈന്യവും കൗരവരുടെ സൈന്യവും അവിടെയുണ്ട്. യുദ്ധത്തിന് തൊട്ട് മുമ്പ് ഈ ഇരു സൈന്യങ്ങളുടെ നടുവിൽ അർജുനൻ അദ്ദേഹത്തിന്റെ തേരാളിയായ ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറയുകയാണ്, ഈ തേര് 2 സൈന്യത്തിന് നടുവിൽ കൊണ്ട് നിർത്തൂ, യുദ്ധത്തിന് വന്നിരിക്കുന്ന ആരെന്ന് ഞാൻ കാണട്ടെ എന്ന് പറയും. എന്നാൽ ഇന്നത്തെ ശ്ലോകത്തില് അത് ആരൊക്കെ ഉണ്ട് എന്ന് പറയുക. യുദ്ധത്തിന് വന്നു നിൽക്കുന്നത് ആരൊക്കെയാണ്? കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ അദ്ദേഹം പറഞ്ഞതുപോലെ 2 സൈന്യത്തിന്റെ നടുവില് രഥം കൊണ്ട് നിർത്തി. ഇപ്പോ അർജുനൻ നോക്കി കാണുകയാണ് അവിടെ ആരൊക്കെ യുദ്ധത്തിന് വന്നിട്ടുണ്ട്. അത്ഭുതപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം. ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ആരാണ്? അതാണ്. ആരാണ്? യുദ്ധരംഗത്തിൽ ഇരു സൈന്യങ്ങളുടെ മധ്യത്തിൽ പിതൃതുല്യരെയും അച്ഛന്റെ പ്രായമുള്ള ആൾക്കാരും പിതാമഹന്മാരെയും മുത്തച്ഛന്റെ പ്രായമുള്ള ആൾക്കാരും ഗുരുജനങ്ങളും സ്വന്തം ഗുരുനാഥന്മാരും മാതുലന്മാർ അമ്മാവന്മാരും കസിൻസ് അല്ല അമ്മാവന്മാരും സഹോദരന്മാർ സ്വന്തം സഹോദരന്മാരും മക്കൾ നമ്മുടെ മക്കളുടെ പ്രായമുള്ളവരും പൗത്രൻ മക്കളുടെ മക്കളുടെ പ്രായമുള്ള ആൾക്കാർ. അർജുനൻ മുത്തച്ഛൻ ആവുന്ന പ്രായമായി ആ സമയമാകുമ്പോൾ കേട്ടോ. അതാണ് സുഹൃത്തുക്കൾ, സ്വന്തം ഫ്രണ്ട്സും ഭാര്യാപിതാക്കന്മാർ. നമ്മൾ കല്യാണം കഴിച്ചപ്പോൾ നമുക്ക് ഭാര്യയുടെ അച്ഛനായിട്ട് കിട്ടുന്ന അമ്മാവൻ, ആ ടൈപ്പ് അമ്മാവന്മാരും സ്വന്തം കുടുംബത്തിലെ അമ്മാവന്മാരും
കല്യാണം കഴിച്ചതിലൂടെ വന്നു ചേർന്ന ഭാര്യയുടെ അച്ഛൻ എന്നുള്ള അർത്ഥത്തിലുള്ള അമ്മാവന്മാരും ഒക്കെ ആ യുദ്ധക്കളത്തില് ഇരു സൈന്യങ്ങളിലുമായി അണിനിരന്നിരിക്കുന്നു. ഓപ്പോസിറ്റ് ആയിട്ട് ഇത്രയും ആൾക്കാരും ഉണ്ട്. ഓക്കെ, അപ്പൊ അർജുനൻ കണ്ട ആ യുദ്ധരംഗം, കുരുക്ഷേത്ര യുദ്ധകളത്തിലുള്ള യുദ്ധരംഗം നമ്മളും നമ്മുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആണോ? നമ്മുടെ ജീവിതത്തിന്റെ പല സിറ്റുവേഷൻ വരുമ്പോഴും നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ട് പലരും നിൽക്കാറുണ്ട്. നമുക്കൊരു അഭിപ്രായമുണ്ട്. എന്നാൽ ആ അഭിപ്രായത്തിന് എതിരെ അണിനിരക്കുന്ന കുറെ ആൾക്കാരുടെ ലിസ്റ്റ് നിങ്ങളൊന്ന് എടുത്തു നോക്കും. ഈ ടീമുകളെല്ലാം അതിനകത്തുണ്ടാവും. ഇന്നത്തെ ഈ പുസ്തകത്തിൽ വായിച്ച ഇതേ ടീമുകളായിരിക്കും ഇന്ന് നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നത്. അല്ലെന്ന് പറയാൻ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ എന്ത് തന്നെ ഇപ്പോഴത്തെ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പണ്ടത്തെ ഫ്രണ്ട്സും നമ്മുടെ സ്വന്തം റിലേറ്റീവ്സും ആയിരിക്കും നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന് നമുക്ക് ആപ്പ് വെച്ചുകൊണ്ടിരിക്കും. ആണോ? അതെല്ലാവർക്കും ഒരു കറക്റ്റാണ്, ശരിയായ ഒരു സിറ്റുവേഷൻ. അപ്പൊ അർജുനന്റെ ഇതേ മാനസികാവസ്ഥയാണ് നമുക്കും ഇപ്പോൾ ഉള്ളത്, അല്ലെ? നമ്മുടെ ഓപ്പോസിറ്റ് ശത്രു വന്ന് നിന്നാൽ നമുക്ക് കുഴപ്പമില്ല, നമ്മളത് ഹാൻഡിൽ ചെയ്യും. അപ്പൊ നമ്മുടെ സ്വന്തക്കാരും നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഇരുന്നാൽ നമുക്ക് താങ്ങാൻ പറ്റുമോ? അത് നമ്മൾ കൂടുതൽ തളർന്നു. കാരണം എന്ത്? പിന്നിൽ നിന്നുള്ള കുത്ത് നമുക്ക് താങ്ങാൻ പറ്റില്ല. മുന്നിൽ നിന്നുള്ള കുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മുന്നിൽ നിന്നുള്ള കുത്ത് നമുക്ക് അതിജീവിക്കാൻ പറ്റും. കാരണം എന്ത്? നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എന്നാൽ പ്രതീക്ഷിക്കാത്ത കുത്ത് എവിടെ നിന്ന് വരും? പിന്നിൽ നിന്ന് കുത്തും. അത് നമ്മൾ തളർന്നു പോകും. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നായിരിക്കും ആ കുത്ത് വരുന്നത്. അത് ആരായിരിക്കും കുത്തുന്നത്? സ്വന്തം കൂടെ നിൽക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും പിന്നിൽ നിന്ന് കുത്തുന്നത്. ഇവിടെ മുന്നിലാണ് കണ്ടതെങ്കിലും പക്ഷെ ഇവരെല്ലാം പിന്നിൽ നിന്ന് കുത്തിയത് തന്നെയാണ്. ആര്? സ്വന്തക്കാർ, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ഇവരെല്ലാം അർജുനൻ നോക്കിയപ്പോൾ മുന്നിൽ നിൽക്കുന്നു. പക്ഷെ ഇത്രയും ഇപ്പൊ അവര് അദ്ദേഹത്തിന് മുന്നിൽ ഇവരൊക്കെ ആണ് എന്ന് കാണാൻ കഴിഞ്ഞപ്പോ ആ ഫ്രണ്ടിൽ വരുന്നതിന് മുമ്പ് ഇത്രയും കാലം ഇവര് പിന്നിൽ നിന്നാണ് അർജുനനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്, അല്ലെ? പിന്നാമ്പുറത്ത് ഇവർ ഇത്രയും കാലം പണിയെടുത്തതിന്റെ ഫലമാണല്ലോ യുദ്ധക്കളത്തിൽ മുന്നിൽ നിന്ന് നിൽക്കേണ്ടി വരുന്നത്. ചില സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ലേ? ഏറ്റവും അവസാനം മാത്രമായിരിക്കും വില്ലൻ ആരെന്നും പിടികിട്ടുന്നത്. ഇതൊരു സസ്പെൻസ്. ആര് 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 ഒരു നമുക്ക് ഐഡിയ ഇല്ല. അവസാനം അയ്യോ നീയാണോ വില്ലൻ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളാണ് വില്ലൻ. മനസ്സിലായി? എന്നതുപോലെ ഇപ്പോൾ മുന്നില് ആ വില്ലനെ കണ്ടിരിക്കുകയാണ് അർജുൻ. ഇത്രയും കാലം ഈ വില്ലൻ അണിയറയിൽ പ്രവർത്തിച്ചോണ്ടേ ഇരുന്നിട്ടുണ്ട്. പക്ഷെ അത് ആരറിഞ്ഞില്ല? അർജുനൻ അറിഞ്ഞില്ല. ഇന്ന് ഏറ്റവും അവസാന സിനിമയുടെ ക്ലൈമാക്സിൽ വില്ലൻ പ്രത്യക്ഷപ്പെടും പോലെ യുദ്ധരംഗത്ത് ഇപ്പൊ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഈ അണിയറയിൽ ഇത്രയും കാലം പ്രവർത്തിച്ച യഥാർത്ഥ ശത്രു. നോക്കിയപ്പോ ഞെട്ടിപ്പോയി. ആരാ? നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളാണ് വില്ലനായിട്ട് നിൽക്കുന്നത്. അത് സ്വന്തക്കാരനാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിച്ച ആൾക്കാരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച് ഇത്രയും കാലം അണിയറ പ്രവർത്തനം നടത്തുകയും എന്നാൽ ഇന്ന് കർട്ടൻ മാറ്റി മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ആ സമയമാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? വരണ്ടു പോകും, പേടിച്ചു പോകും, ഭയന്നു പോകും, ടെൻഷൻ അടിച്ചു പോകും, ആകെ തളർന്നു പോകും. ആണോ അല്ലയോ? ആണോ അല്ലയോ? ഒട്ടും പ്രതീക്ഷിക്കാത്ത ആള് നമ്മുടെ ശത്രുസ്ഥാനത്ത് പെട്ടെന്ന് സുപ്രഭാതത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ തളർന്നു പോകും. ആ തളർച്ച ആർക്ക് തോന്നിയിട്ടുണ്ട്? അർജുന. അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അർജുനനുണ്ടായ ഈ അവസ്ഥ 5000 വർഷങ്ങൾ മുമ്പ് അർജുനന് മാത്രം ഉണ്ടായ അവസ്ഥയല്ല. 5000 വർഷങ്ങൾക്ക് മുമ്പ് അർജുനന്റെ ഓപ്പോസിറ്റായിട്ട് നിന്ന ആൾക്കാർ ആരാണോ അതേ ആൾക്കാരാണ് നമ്മുടെ ഇന്നത്തെ കാലത്തും ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അർജുനന് ഉണ്ടായ അതേ അവസ്ഥ ഇപ്പൊ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ജീവിത വീതിയിൽ നമ്മളും അഭിമുഖീകരിക്കുന്നത് അർജുനന്റെ അതേ സിറ്റുവേഷനാണ്. അർജുനന് ഒരു പ്രശ്നം ഉണ്ടായപ്പോ അർജുനന്റെ കൂടെ നിന്ന ആൾക്കാരും ഓപ്പോസിറ്റ് നിന്ന ആൾക്കാരുടെയും കണക്കെടുത്തപ്പോ കൂടെ നിന്ന ആൾക്കാർ വളരെ കുറവ്. ഓപ്പോസിറ്റ് നിൽക്കാൻ ഒരു വലിയ ടീം തന്നെ ഉണ്ട്. അതും ആരാണ്? സ്വന്തക്കാർ, ബന്ധക്കാർ, നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ, നമ്മൾ ഏറ്റവും കൂടുതൽ സഹായം ചെയ്തിട്ടുള്ളവർ, നമ്മുടെ സ്വന്തമാണ്, നമ്മുടെ കൂടെ ഒപ്പം നിൽക്കുമെന്ന് നമ്മൾ ഇത്രയും കാലം വിശ്വസിച്ച് വിചാരിച്ചവർ ഓപ്പോസിറ്റ് നിന്ന് നമുക്കെതിരെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. എന്നാൽ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നതിന് എത്രയോ കാലം മുമ്പ് തന്നെ അവർ പിന്നിൽ നിന്നും നമ്മളെ ഉപദ്രവിച്ചിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് ഇവർ ഫ്രണ്ടിൽ വന്നപ്പോഴാണ് മനസ്സിലായോ? ഇതേ അവസ്ഥ നമുക്കും നമ്മുടെ ജീവിത രീതിയിൽ ഉണ്ടാകുന്നില്ലേ? ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിക്കൊണ്ടിരിക്കുന്നില്ലേ? ഇനിയും ഉണ്ടാകാൻ പോകുന്നില്ലേ? ശരിയല്ലേ? അപ്പോ
അർജുനൻ തളർന്നതുപോലെ നമ്മളും നമ്മുടെ ജീവിത വീതിയിൽ പലപ്പോഴും തളർന്നു പോകുന്നില്ലേ, വരണ്ടു പോകുന്നില്ലേ, ടെൻഷൻ അടിച്ചു പോകുന്നില്ലേ? ആണല്ലോ. അപ്പോഴാണ് അർജുനന് ആര് ഭഗവത്ഗീത ഉപദേശിച്ചത്? കൃഷ്ണ ഉപദേശിച്ചത്. മനസ്സിലായ? അപ്പൊ ഈ സിറ്റുവേഷനിൽ നമുക്ക് അവശ്യം നമ്മുടെ ആ ടെൻഷനിൽ നിന്ന്, വിഷമത്തിൽ നിന്ന്, ബുദ്ധിമുട്ടിൽ നിന്ന്, തളർച്ചയിൽ നിന്ന് പുറത്തു വരണം. നമ്മൾ ആത്മാർത്ഥമായി നമ്മളെ തന്നെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മൾ നമ്മളെ തന്നെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മളെ തന്നെ കൈപിടിച്ച് ഉയർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമുക്ക് വേറെ ആരും കൈ തരാതെ നമ്മൾ ഒറ്റയ്ക്ക് തളർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് വേണ്ടിയെങ്കിലും നിൽക്കണമെങ്കിൽ, നമുക്ക് വേറെ ആരും സഹായിക്കാനില്ല, അറ്റ്ലീസ്റ്റ് നമ്മളെങ്കിലും നമ്മുടെ സഹായത്തിന് നിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മൾ ആരുടെ സഹായം സ്വീകരിക്കേണ്ടതാണ്? കൃഷ്ണന്റെ സഹായം സ്വീകരിക്കും. കാരണം എന്ത്? ഈ അവസരത്തിൽ കൃഷ്ണൻ മാത്രമാണ് അർജുനന് ഉപദേശം നൽകിയത്. അതിന്റെ പേരാണ് ശ്രീമദ് ഭഗവത്ഗീത. ഇപ്പോഴാണ് നമുക്ക് ഭഗവത്ഗീതയുടെ ആവശ്യം. ഈ സിറ്റുവേഷൻ നമുക്കുണ്ടെങ്കിൽ നമുക്കും എന്ത് ആവശ്യമുണ്ട്? ഭഗവത്ഗീത ആവശ്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. ഈ ശ്ലോകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അർജുനന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അർജുനൻ ചെയ്തതുപോലെ ഭഗവത്ഗീതയിലൂടെ നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ കഴിയും. മനസ്സിലായോ? ഈ പോയിന്റ് മനസ്സിലായോ? അപ്പൊ നമുക്ക് ഭഗവത്ഗീത ഉപദേശിച്ചത് ആർക്ക് വേണ്ടിയാണ്? അർജുനന് വേണ്ടിയാണ് എന്ന് പറയരുത്. അർജുനനിലൂടെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത ഉപദേശിച്ചത്. അതിന് കാരണം അർജുനനുണ്ടായ അതേ അവസ്ഥയിലാണ് നമുക്കും വന്നിരിക്കുന്നത്. അർജുനൻ എന്ത് അവസ്ഥയാണ് വന്നത്, അതേ അവസ്ഥയാണ് നമുക്ക് വന്നിരിക്കുന്നത്. മനസ്സിലായോ മേഡം? അപ്പൊ അതേ അർജുനന്റെ അവസ്ഥയാണ് നമുക്ക് 5000 വർഷങ്ങൾക്ക് ഇപ്പുറം നമുക്ക് ഉള്ളതെങ്കിൽ 5000 വർഷങ്ങൾക്ക് മുമ്പ് ഉപദേശിച്ച അതേ ഭഗവത്ഗീത കാലപ്പഴക്കം ഒരിക്കലും ബാധിക്കാതെ ഇന്നും ആപ്ലിക്കബിൾ ആണ്. ഈ മാനസികാവസ്ഥയിൽ നിന്നും, ഈ ടെൻഷനിൽ നിന്നും, ഈ സിറ്റുവേഷൻ എങ്ങനെ പുറത്തു വരാമെന്ന് അന്ന് പറഞ്ഞ അതേ ഫോർമുല തന്നെയാണ് ഇപ്പോഴും ആപ്ലിക്കബിൾ. അതിന് മാറ്റം വന്നിട്ടില്ല. കാലത്തിന്റെ പരിഗണനകൾക്ക് അപ്പുറമാണ് ഭഗവാന്റെ ഉപദേശങ്ങൾ. അതുകൊണ്ടാണ് 5000 വർഷങ്ങൾക്ക് മുമ്പാണ് ഭഗവത്ഗീത ഉപദേശിച്ചെങ്കിൽ കൂടിയും ഇന്നും അതിന് പ്രസക്തി ഉള്ളത്. മനസ്സിലായോ? അതാ. ഇപ്പോ ഞാന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പോസ്റ്റർ പതിച്ചിരിക്കുന്നത് കണ്ടു. 31 വർഷങ്ങൾക്ക് മുമ്പ് പ്രദർശിപ്പിച്ച മണിച്ചിത്രത്താൾ ഒന്നുകൂടി നമ്മുടെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ പോകുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താ? ആള് കൂടോ കുറയോ? കാരണം മോഡേൺ ടെക്നോളജി ഒക്കെ അഡോപ്റ്റ് ചെയ്ത് കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു. പക്ഷെ 31 വർഷങ്ങൾക്ക് മുമ്പ് മണിച്ചിത്രതാഴ് വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇപ്പൊ മണിച്ചിത്രതാഴ് വരുമ്പോ കാണണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? എന്നാൽ അതിന് കാരണം അതിനകത്ത് എന്തോ ഒരു മൂല്യമായിട്ട് നമുക്ക് കിട്ടി എന്നുള്ളത് തോന്നലുള്ളത് കൊണ്ടല്ലേ വീണ്ടും നമുക്ക് പോകാൻ തോന്നും. അങ്ങനെ ആണെങ്കിൽ ഒരു മനുഷ്യൻ ഉണ്ടാക്കിയതിൽ ഇത്രയും മൂല്യം ഉണ്ടെന്ന് നമ്മൾ കൽപ്പിക്കപ്പെടുമെങ്കിൽ ഭഗവാൻ ഉണ്ടാക്കിയ ഈ ഭഗവത്ഗീതയിൽ 5000 വർഷങ്ങൾക്ക് മുമ്പാണ് എങ്കിൽ കൂടിയും ഇന്നും പ്രസക്തി ഉണ്ടാവത്തില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. മനുഷ്യൻ ഉണ്ടാക്കിയതിൽ തന്നെ എന്തെങ്കിലും ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ഭഗവാൻ ഉണ്ടാക്കിയതിലെ മൂല്യത്തിന് വല്ല കുറവ് വരോ? ഇത് ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ വിസ്കി റമ്മൊക്കെ ഉണ്ടല്ലോ, അതിൽ വിസ്കി എന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കുഴിച്ചിട്ട ജ്യൂസ് ആണെന്നാണ് പറയുന്നത് അല്ലെ? അത് വർഷം പഴകും തോറും അതിന്റെ വീര്യം കൂടുന്നാണ് പറയുന്നത് അല്ലെ? എന്നതുപോലെ ഭഗവാന്റെ ഉപദേശങ്ങൾക്ക് കാലകാലം ഒന്നും ബാധകമല്ല. അതിനെയാണ് അപൗരുഷേയം എന്ന് പറയുന്നത്. അത് മനുഷ്യന്റെ സൃഷ്ടിയല്ല, അതിനൊക്കെ ഉപരിയാണ്, ഭഗവാന്റെ സൃഷ്ടിയാണ്. അപ്പൊ അതിന് ചെലവും കാലവും ഒന്നും കൊണ്ട് എന്താവും? ഡിപ്രീസിയേഷൻ ഉണ്ടാവത്തില്ല. ഇപ്പൊ ഒരു ബിൽഡിംഗ് വെച്ചാൽ കുറെ ദിവസം കഴിയുമ്പോൾ പൊളിഞ്ഞു പോകും, വിള്ളൽ വീഴും, പൊളിച്ച് കളഞ്ഞിട്ട് പുതിയത് വെക്കണം. ഈ പരിപാടിയൊന്നും ഏതിനാവശ്യമില്ല, ഭഗവാന്റെ കാര്യത്തിന് ആവശ്യമില്ല. ഭഗവാന്റെ ദിവ്യമായ ഉപദേശങ്ങൾ കാലം കൂടുന്തോറും വീര്യവും കൂടും എന്നുള്ളതാണ്. കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല. അതാണ് ഭഗവാന്റെ ഉപദേശത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് ഭഗവത്ഗീത ജ്ഞാനം 5000 വർഷങ്ങൾക്ക് മുമ്പാണ് ഭഗവത്ഗീത ഉപദേശിച്ചെങ്കിൽ കൂടിയും അത് ഇന്നും ആധുനിക പ്രശ്നത്തിന്റെ ഉത്തരം തന്നെയാണ് 5000 വർഷം മുമ്പ് ഭഗവാൻ ഉപദേശിച്ചത്. ആ ഉപദേശത്തിൽ നിന്ന് നമ്മൾ മാറിയത് കൊണ്ടാണ് കൂടുതൽ ദോഷങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആരാണോ ഭഗവാന്റെ ഉപദേശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് അവർക്ക് അന്നും ഇന്നും യാതൊരു പ്രശ്നവുമില്ല. കലിയുഗത്തിൽ പോലും ഭഗവാന്റെ ഉപദേശങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നവർക്ക് കലിയുടെ ആധിക്യം ഉണ്ടാവത്തില്ലെന്നാണ്. അതായത് ശ്രീല പ്രഭുപാദറിനോട് ചോദിച്ചു, ശ്രീല പ്രഭുപാദർ, ഈ ലോകത്തിലെ ക്ഷാമവും വരൾച്ചയും വയനാട് ദുരിതവും ഒക്കെ ഉണ്ടാവുന്നല്ലോ, അത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ ശ്രീല പ്രഭുപാദർ ആൻസർ പറഞ്ഞത്, അത് ഇത്രയല്ലേ ഉണ്ടായിട്ടുള്ളൂ. കലിയുഗത്തിന്റെ സ്വഭാവം അനുസരിച്ച് ഇതിൽ കൂടുതൽ ആദി ഭൗതികം, ആദി ദൈവികം, ആധ്യാത്മിക ദുഃഖങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന കാലഘട്ടത്തിന്റെ പേരാണ്
അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിന്റെ പേരാണ് കലിയുഗം എന്ന് പറയുന്നത്. അപ്പൊ പേമാരികളും സുനാമികളും ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും പിന്നെ എന്താ പേമാരിയും അമിത ചൂടും വരൾച്ചയും മനസ്സിലായി ഉഷ്ണവും ഹ്യൂമിഡിറ്റിയും ഒക്കെ ഉണ്ടാവുന്ന ഒരു ലോകത്തിന്റെ പേരാണ് കലിയുഗം എന്ന് പറയുന്നത്. ഇതിന്റെ എല്ലാത്തിനും കൂടെ ഒരുമിച്ചിട്ട ഒരു പേരെന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൽ പറയുന്നത് ആദി ദൈവിക ദുഃഖം എന്നാണ്. മനുഷ്യൻ വിചാരിച്ച ഇതിനെ തടയാൻ പറ്റത്തില്ല. മനുഷ്യൻ വിചാരിച്ചാൽ മനുഷ്യൻ വിചാരിച്ചാൽ തടയാൻ പറ്റുമെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ മനുഷ്യൻ വിചാരിച്ചാൽ ഇത്രയും ഇപ്പൊ പറഞ്ഞ ഇത്രയും എണ്ണത്തിന് ഒന്നും ചെയ്യാൻ പറ്റും. എന്നാൽ ഒരു ജീവി മറ്റൊരു ജീവിയെ ഉപദ്രവിക്കുന്നതിനെയാണ് ആദി ഭൗതിക ദുഃഖം എന്ന് പറയുന്നത്. തീവ്രവാദി ആക്രമണങ്ങൾ, മനുഷ്യൻ യുദ്ധം, മനുഷ്യൻ തന്നെ ഉണ്ടാക്കുന്നത്, പിന്നെ പ്ലേഗ് രോഗം, ഒരു ജീവി കൊണ്ട് ഉണ്ടായ ദുഃഖങ്ങളാണ് അല്ലെ. അസുഖം, പകർച്ചവ്യാധി, ഇതെല്ലാം ഒരു ജീവി മറ്റൊരു ജീവി ഉണ്ടാക്കി തരുന്ന ഉപദ്രവമാണ്. ആദി ഭൗതിക ദുഃഖം എന്നാണ് പറയുന്നത്. ആധ്യാത്മിക ദുഃഖം എന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്ന് ആരും നമ്മളെ ഉപദ്രവിക്കേണ്ട, നമ്മൾ തന്നെ നമുക്ക് ഉപദ്രവം ഉണ്ടാക്കിക്കോളും. മാനസിക രോഗം, ആത്മഹത്യ, നമ്മുടെ ശരീരം തന്നെ നമുക്ക് വേദന ഉണ്ടാക്കി തരുന്ന സിറ്റുവേഷൻസ്, അസുഖം, അതൊക്കെ സ്വന്തം ശരീരം സ്വന്തം മനസ്സ് നമുക്ക് അതേ. ഈ ദുഃഖങ്ങൾ എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും. കലിയുഗത്തിൽ ഇതെല്ലാം കൂടുതലായിരിക്കും. സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിലും കലിയുഗത്തിൽ ഇതെല്ലാം കൂടുതലായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ഈ ലോകത്ത് ഇപ്പോഴും ശാന്തി സമാധാനം കുറച്ചെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ ലോകത്തിന്റെ മൊത്തം ജനസംഖ്യയുടെ 1% ഹരേ കൃഷ്ണ മഹാമന്ത്രം അല്ലെങ്കിൽ യുഗധർമ്മം അനുഷ്ഠിക്കുന്നത് കൊണ്ടാണെന്നാണ് ശ്രീല പ്രഭുപാദർ പറഞ്ഞത്. മനസ്സിലായോ? ശ്രീല പ്രഭുപാദർ ആരും മനസ്സിലായല്ലോ? നമ്മുടെ ആചാര്യനാണ്, ബ്രഹ്മമത ഗൗഡീയ സമ്പ്രദായത്തിലെ ആചാര്യനാണ്. ആ പരമ്പരയിലാണ് ഭഗവാൻ കൃപ നമ്മളൊക്കെ വരുന്നത്. ഓക്കെ. അപ്പോ ശ്രീല പ്രഭുപാദർ പറഞ്ഞത് ഈ ലോക ജനസംഖ്യയുടെ 1% മാത്രം എപ്പോഴാണോ ഹരേകൃഷ്ണ മഹാമന്ത്രമായ യുഗധർമ്മം, കലിയുഗധർമ്മം എന്ന് പറഞ്ഞാൽ ഹരേകൃഷ്ണ മഹാമന്ത്രമാണ് കലിസുന്ദരോപനിഷത്ത് പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഇതി ഷോഡശകം നാമ്നം കലി കൽമശ നാശനം നദ പരതരോ ഉപായ സർവവേദേഷു ദൃശ്യതേ. അതായത് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അങ്ങനെ 16 വാക്കുകളുണ്ട്. ഇതി ഷോഡശകം നാമ്നം, ഈ 16 നാമങ്ങൾ മാത്രമേ കലി കൽമശ നാശനം, കലിയിലെ എല്ലാ കൽമശങ്ങളും ഇല്ലാതാക്കാൻ, നശിപ്പിക്കാൻ കഴിയത്തുള്ളൂ. നദ പരതരോ ഉപായ, ഇതല്ലാതെ മറ്റൊരു ഉപായവും അന്യമായി ഇല്ല. സർവവേദേഷു ദൃശ്യത, ഇത് നിങ്ങൾ ഏത് വേദഗ്രന്ഥം പഠിച്ചാലും അവസാനം ഇത് കണ്ടെത്താൻ കഴിയും. മനസ്സിലായി? അപ്പോ ഇവിടെയുള്ള ഈ പ്രശ്നങ്ങൾ, പേമാരിയാണ്, നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം, കൈകോർത്ത് നിൽക്കണം, കെട്ടിപ്പിടിച്ച് നിൽക്കണം, സാമ്പത്തികമായി സഹായിക്കണം, കൂടെ വന്ന് നിന്ന് സഹായിക്കണം എന്നൊക്കെ പറയുമ്പോഴും മരിച്ച ആൾക്കാർ മരിച്ചു. ജീവിച്ചിരിക്കുന്നവർ മാത്രമേ നമുക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റത്തുള്ളൂ. മരിച്ചവർ മരിച്ചു, ശരിയല്ലേ? അപ്പൊ ആ ഉരുൾപൊട്ടലിലൂടെ എന്താണോ പ്രകൃതി ഉദ്ദേശിച്ചത് അത് ആര് ചെയ്തിട്ട് പോയി? പ്രകൃതി ചെയ്തിട്ട് പോയി. ബാക്കി ഉള്ളവർക്ക് സഹായമേ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. മരിച്ചവരെ ആ ഒരു ഇഷ്യൂവിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലേ? അപ്പോ ഇനി ഇതുപോലത്തെ ഒരു സംഭവം നടക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാന്നുള്ളതാണ് ഒരു ബുദ്ധിമാൻ ചിന്തിക്കേണ്ടത്, ശരിയല്ലേ? അതിന് ശാസ്ത്രം പറയുന്നത് എന്താ വെച്ചാല്, ഈ ലോക ജനസംഖ്യയിലെ 1% ആൾക്കാർ എപ്പോഴാണോ യുഗധർമ്മം അനുഷ്ഠിക്കുന്നത് അപ്പൊ എന്തുണ്ടാവത്തില്ല? ഇതുപോലത്തെ ആദി ദൈവിക ദുഃഖവും ഉണ്ടാവത്തില്ല എന്നാണ് പറഞ്ഞത്. ആദി ദൈവിക ദുഃഖം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ആ രാജ്യത്ത് താമസിക്കുന്ന ആൾക്കാർ യുഗധർമ്മം അനുഷ്ഠിക്കണം. യുഗധർമ്മം അനുഷ്ഠിച്ച ആര് പ്രീതിപ്പെടും? ദേവീദേവന്മാര് പ്രീതിപ്പെടും. ദേവീദേവന്മാരാണ് നമുക്ക് എന്ത് നൽകുന്നത്? കംഫർട്ടായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ തരുന്നത്. വെള്ളം വരുണദേവന്റെ കൺട്രോളിലാണ്. ഇലക്ട്രിസിറ്റി, അല്ലെ? വിദ്യാഭ്യാസം സരസ്വതി ദേവിയുടെ കൺട്രോളിലാണ്, അല്ലെ? ആണല്ലോ. അപ്പൊ ഇതെല്ലാം ചെയ്തു നടക്കുന്ന ഈ ദേവീദേവന്മാർക്ക് ഭൗതികതയിൽ ശ്ലോകമുണ്ട്. നമ്മൾ യജ്ഞം ചെയ്ത് ദേവീദേവന്മാരെ സന്തോഷിപ്പിക്കുമ്പോൾ അവര് അതിൽ സംതൃപ്തിപ്പെട്ട് നമുക്ക് വേണ്ടതെല്ലാം അവർ നൽകുന്നു പറയുന്നു. എന്നാൽ നമ്മളെയും ദേവീദേവന്മാരെ അവിടെ നിർത്തിയിരിക്കുന്നത് നമ്മുടെ യഥാർത്ഥ പിതാവായ ആരാണ്? അഹം ബീജപ്രദാവായ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ദേവീദേവന്മാർ അടക്കമുള്ളവരെ അവിടെ നിയമിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം എന്ന് പറയും. നമ്മൾ അങ്ങോട്ട് സഹായിക്കുന്നത് യുഗധർമ്മം അനുഷ്ഠിക്കുമ്പോൾ ദേവീദേവന്മാർ പ്രീതിപ്പെടും, നമുക്ക് വേണ്ടതെല്ലാം നൽകും. അപ്പൊ നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാം. ഇതാണ് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് മടക്കി വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? വസ്ത്രം കൊടുക്കൂ, പണം കൊടുക്കൂ, അല്ലെ? പാല് മേടിച്ചു കൊടുക്കൂ, വന്ന് നിന്ന് ആൾക്കാരെ സഹായിക്കൂ. ഇതൊക്കെ നല്ലത് തന്നെ, വേണ്ടെന്നല്ല, വേണം, സഹജീവികളെ സഹായിക്കണം. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു
ഒരു സ്ഥലത്ത് നിറച്ച് ചെടി വളർന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ മറ്റേ ഈ കട്ടർ ഉണ്ടല്ലോ, കട്ടർ വെച്ച് ഒരു പിടി പിടിച്ചു. അപ്പൊ അവിടെ എന്തായി? നിങ്ങൾ അവിടെ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിരപ്പാക്കി ഇട്ടിട്ടുണ്ട് അല്ലെ? എന്നാൽ മേളിൽ നിന്നാണ് വെട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 2 മഴ കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? വീണ്ടും പൊളിച്ചു. എന്നാൽ നിങ്ങൾ അടിവേരോടുകൂടി അതിനെ തോണ്ടിയെടുത്ത് മാറ്റിയാൽ പിന്നെ അവിടെ തൽക്കാലം ഉടനെ ഒന്നും വളരത്തില്ല. ശരിയല്ലേ? എന്നതുപോലെ ഇപ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന വയനാട് ഇഷ്യൂ എന്നിങ്ങനെയുള്ള സഹായങ്ങളെല്ലാം യഥാർത്ഥത്തിൽ മേളിൽ നിന്ന് പുല്ല് വെട്ടും പോലെയാണ്. യഥാർത്ഥ ഇഷ്യൂ സോൾവ് ആവുന്നില്ല. യഥാർത്ഥ ഇഷ്യൂ ദേവീദേവന്മാരെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. ദേവീദേവന്മാരെ പ്രീതിപ്പെടുത്തണമെങ്കിൽ യുഗധർമ്മം അനുഷ്ഠിക്കണം, യജ്ഞങ്ങൾ ചെയ്യണം. കലിയുഗത്തിൽ ഏറ്റവും നല്ല യജ്ഞം എന്ന് പറയുന്നത് സെപ്പറേറ്റ് 33 കോടി ദേവന്മാർക്കും പ്രത്യേക യജ്ഞം വിധിച്ചിട്ടുണ്ട്, ചെയ്യണ്ട. പകരം ഒരൊറ്റ യജ്ഞം ചെയ്താൽ മതി, യുഗധർമ്മം മാത്രം ചെയ്താൽ. എന്താണ് യുഗധർമ്മം? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള ജപം വളരെ ആത്മാർത്ഥമായിട്ട് ജപിക്കും. എന്നിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക, മരിച്ചവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക, അതിന്റെ ഫലം അവർക്ക് കിട്ടും. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക, അതിന്റെ ഫലം അവർക്ക് കിട്ടും. മനസ്സിലായോ? അപ്പോ ഇത് ചെയ്യാതെ നമ്മൾ ഇന്ന് എന്തൊക്കെ ചെയ്താലും യഥാർത്ഥ എന്തല്ല, സ്നേഹപ്രകടനമല്ല, യഥാർത്ഥ സ്നേഹപ്രകടനം അല്ല. അപ്പോ അത് താൽക്കാലികമായിട്ട് നമ്മൾ നിഴലിനെ പിടിച്ച് തിരിക്കും പോലെയാണ്. ഒരു വസ്തു ഒരാൾ നടന്നു പോകുമ്പോൾ അതിന്റെ കൂടെ നിഴലും കൂടെ പോകും. ആളിനെ മാറ്റാതെ നിഴലിനെ മാത്രം മാറ്റാൻ വേണ്ടി പരിശ്രമിച്ചാൽ എങ്ങനെ ഇരിക്കും? അത് നടക്കോ? എന്നാൽ ആള് മാറുമ്പോൾ നിഴലും ഓട്ടോമാറ്റിക് മാറും. എന്നതുപോലെ നമ്മൾ യഥാർത്ഥ ഈ ലോക ജനതയോട് കാരുണ്യം ചൊരിയാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ വീട്ടിലിരുന്ന് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ഹരേ കൃഷ്ണ മഹാമന്ത്രം ഒരു മാല അല്ലെ ഒരു പ്രാവശ്യമെങ്കിലും ജപിച്ചാൽ അതിന്റെ ഫലാർഹം കിട്ടും. ആ ജനങ്ങൾക്ക് പോയി ചെയ്യും. കാരണം ദേവീദേവന്മാര് സംതൃപ്തിപ്പെട്ടാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അവർക്ക്. ഉദാഹരണത്തിന് നിങ്ങളുടെ കൈകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? അതിന്റെ എത്രയോ ഇരട്ടിയാണ് ഒരു ടീമോട് കൂടി പോയി ചെയ്യാൻ പറ്റും. ശരി. എന്നാൽ നമുക്ക് ഉപരിയുള്ള ദേവീദേവന്മാരുടെ ശക്തിയെ കുറിച്ച് ആലോചിച്ച് നോക്കണം. അവര് വിചാരിച്ച് എന്തെല്ലാം ചെയ്യാൻ പറ്റും. ശരിയല്ലേ? അതാണ് നമ്മൾ യുഗധർമ്മം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഈ ലോകത്തിന് കിട്ടുന്ന ഗുണം. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുപോലെ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഓടി അവിടെ പോകുന്നതിനേക്കാളും എഫക്റ്റീവ് എന്താണ്? നമ്മൾ അവർക്ക് വേണ്ടി ഒരു മാല ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതാണ്. അങ്ങനെ ശ്രീല പ്രഭുപാദർ പറഞ്ഞിട്ടുള്ളത് ഈ ലോകത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ മാറണമെങ്കിൽ ഏറ്റവും എളുപ്പ വഴി ഈ ലോക ജനസംഖ്യയുടെ വെറും 1% ഹരേകൃഷ്ണ മഹാമന്ത്രം ഡെയിലി ജപിക്കുന്നവരായി മാറിയാൽ മതി. ഈ ലോകം മുഴുവനും ശാന്തിയും സമാധാനവും വന്നു ചേരുന്നുണ്ടോ? അങ്ങനെ നടക്കുന്നുണ്ടോ? ലോക ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 700 കോടി ജനങ്ങളുണ്ട്. അതിൽ 1% എന്ന് പറഞ്ഞാൽ എത്രയായി? അല്ല, 1 കോടിയുടെ 1% എത്ര? അല്ല, 1 കോടിയുടെ 1%. അപ്പൊ 1 ലക്ഷം. 1 കോടിയുടെ. അപ്പോ 1 കോടിയുടെ 1% എന്ന് പറഞ്ഞാൽ 1 ലക്ഷം. 10 കോടിയുടെ ആണെങ്കിൽ 10 ലക്ഷം. 100 കോടിയുടെ ആണെങ്കിൽ 1 കോടി. 7 കോടി ആകുമ്പോ 700 കോടി ആകുമ്പോ 7 കോടി ജനം. ഇന്ന് ഈ ലോകത്ത് 7 കോടി ജനം ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കുമെങ്കിൽ ലോകം മുഴുവനും ശാന്തി സമാധാനം ഉണ്ടാവും. ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. ചെടികൾക്ക് വളമിട്ട് കൊടുത്താൽ നല്ല രീതിയിൽ പുഷ്പിച്ച് നല്ല കായ്ഫലം തരൂലേ? അതേപോലെയാണ് ചെടികൾക്ക് നല്ല വെള്ളം ഒഴിച്ചാൽ അത് വളർന്ന് നല്ല തെളിർത്ത് നല്ല പഴങ്ങളും ഫലങ്ങളും തരൂലേ? അതുപോലെയാണ് ഹരേകൃഷ്ണ മഹാമന്ത്രമാണ് ഇതിന്റെ കറക്റ്റ് പ്രതിവിധി എന്ന് എവിടെ പറയുന്നു? ധർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ പറയും. കൽമശനാശനം, കലിയുള്ള എല്ലാ കൽമശങ്ങളും മാറ്റാൻ നിങ്ങൾ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള ഇതിഷോഡശകം നാമനം, ഈ 16 നാമങ്ങൾ മാത്രം ജപിച്ചാൽ കലിയുടെ എല്ലാ കൽമശങ്ങളും മാറ്റാൻ പറ്റും. ഇത് ഏത് വേദങ്ങളെടുത്ത് പഠിച്ചാലും കാണാവുന്നതാണ് എന്ന് പറഞ്ഞിട്ടും നമ്മളത് ചെയ്യാതെ ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഓടി ഇറങ്ങിയാൽ എങ്ങനെ ഇരിക്കും? നടക്കോ വല്ലതും? അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, കേൾക്കുന്നുണ്ടോ? പീരങ്കി കൊണ്ട് വരുന്നവന്റെ അടുത്ത് നമ്മൾ നെഞ്ചും വിരിച്ച് കടാര കൊണ്ട് യുദ്ധത്തിന് പോകുമ്പോൾ ഉരുൾപൊട്ടലൊക്കെ വന്നാൽ നമുക്ക് കടാരയും കൊണ്ട് പോയി തടഞ്ഞു നിൽക്കാൻ പറ്റുമോ? സുനാമി വന്നാൽ കടാര കൊണ്ട് തടഞ്ഞു നിർത്താൻ പറ്റുമോ?
നമ്മുടെ ശരീരം കൊണ്ട് നിറഞ്ഞ പറ്റും. നമ്മൾ കഴിവല്ല അത് അപ്പുറമാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ഡിഫൻസ് വേണം നമ്മൾ എടുക്കാൻ. അതിന് പ്രാർത്ഥന മാത്രമേ ഫലമുള്ളൂ എന്ന് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും ഒരുമിച്ച് ഒരേപോലെ പറയുന്നുണ്ട്. കാണാല്ലേ? ആ പ്രാർത്ഥനയെ കുറിച്ച് നമ്മളും പറയുന്നു. അതിൽ ശാസ്ത്രത്തിൽ വ്യക്തമായി മന്ത്രവും പറഞ്ഞിട്ടുണ്ട്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. ഓക്കെ, ഹരേ കൃഷ്ണ എന്ന് തന്നെ തുടങ്ങുക. ഹരേ രാമ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ അത് കണ്ടിന്യൂ ചെയ്യുക. ഇതുവരെ തുടങ്ങാത്ത ആൾക്കാർ ഹരേ കൃഷ്ണ എന്ന് തുടങ്ങും. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇനി ഒരു ക്ലാസ്സിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ക്ലാസ്സിൽ ഞാൻ വീണ്ടും പറഞ്ഞു. ഓക്കെ, പറഞ്ഞു. ശരി, അപ്പൊ ഇന്നത്തെ ശ്ലോകമായിട്ട് കണക്ട് ചെയ്ത് പറയാം. ഇപ്പോ അർജുനനുണ്ടായിരിക്കുന്ന ദുഃഖം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഉണ്ടായതുപോലെ ആദി ദൈവിക ദുഃഖം അല്ല. ആദി ദൈവിക ദുഃഖമാണോ? അല്ല. ആദി ദൈവിക ദുഃഖം നമ്മളിപ്പോ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടില് ഉരുൾപൊട്ടൽ വന്ന് ആദി ദൈവിക ദുഃഖം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സൊല്യൂഷൻ നമ്മൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? ഹരേ കൃഷ്ണ മഹാമന്ത്രം ലോക ജനസംഖ്യയുടെ 1% ആൾക്കാർ എന്ന് നോക്കുമ്പോൾ 7 കോടി ജനം ഹരേ കൃഷ്ണ മന്ത്രം ഡെയിലി ജപിച്ചാൽ ഒരു ഉരുൾപൊട്ടലും ഉണ്ടാവില്ല ഇതിലോ. അതേപോലെ ഭൂമി വിളവ് തരൂല, ഭൂമി എന്തായി പോവും, വരൾച്ച ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ ജനസംഖ്യ കൂടിയാൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ ചർച്ചയുണ്ട്. അതൊക്കെ വെറുതെ പറഞ്ഞു. കാരണം പൃഥ്വി മഹാരാജാവിന്റെ കാലത്ത് ഇതുപോലത്തെ ഒരു ചർച്ച ഉണ്ടായി. ഭൂമി വിളവ് തരാൻ എപ്പോഴും റെഡിയാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ യുഗധർമ്മം അന്വേഷിച്ചാൽ എന്ത് തന്നോളും? ഭൂമി ആവശ്യത്തിൽ കൂടുതൽ വിളവ് തന്നോളും, സമ്പൽ സമൃദ്ധി തന്നോളും. ഇപ്പൊ ഒരുപാട് ചെടികളുണ്ട്, പക്ഷെ ഫലമില്ലാത്തതാണ് വിഷയം. മനസ്സിലായ? ചെടിയൊക്കെ ഉണ്ട്, പക്ഷെ ഫലമില്ലാത്ത ചെടികൾ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പൊ ഫലം തരുന്ന ചെടികൾ വളരണമെങ്കിൽ ഭൂമാദേവിയെ പ്രീതിപ്പെടുത്താൻ യുഗധർമ്മം അന്വേഷിച്ചാൽ മതി, നല്ല വിളവ് കിട്ടും എന്ന് ശ്രീമദ് ഭാഗവതത്തിലെ പൃഥു മഹാരാജാവിന്റെ കഥയിൽ പറയുന്നു. ഓക്കെ, അപ്പൊ അതാണ് പ്രകൃതിയാലുള്ള പ്രശ്നങ്ങൾ മാറാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചാൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചാൽ മതി. ഓക്കെ, അതിപ്പോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖമായതുകൊണ്ടാണ് ഇപ്പൊ അത് പറഞ്ഞത്. എന്നാൽ ഇപ്പോ അർജുനൻ അനുഭവിക്കുന്ന ദുഃഖം എന്ന് പറയുന്നത് ആദി ഭൗതിക ദുഃഖം, ഒരു ജീവിയാൽ മറ്റൊരു ജീവിക്ക് വരുന്ന ദുഃഖം. ഒരു ജീവിയാൽ മറ്റൊരു ജീവിക്ക് വരുന്ന ദുഃഖം എന്ന് പറയുമ്പോൾ യുദ്ധത്തിന് നമ്മുടെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ആരാണ്? മറ്റൊരു ജീവിയായ നമ്മുടെ തന്നെ സ്വന്തക്കാര് നമ്മുടെ ഓപ്പോസിറ്റിൽ നിന്ന് ഇമോഷണലി നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്ന ദുഃഖം. ഇമോഷണലിയും നമുക്ക് മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാക്കാൻ പറ്റും, അല്ലെ? നുള്ളി നോവിച്ചും ഇടിച്ചും അടിച്ചും ഒക്കെ വേദനിപ്പിക്കാൻ പറ്റും. ഇവരിപ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഇപ്പൊ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇമോഷണലി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മനസ്സ് നമ്മളെ ഉപദ്രവിക്കാൻ തുടങ്ങും. നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ സ്വന്തക്കാരല്ലേ എന്ന് പറയുമ്പോൾ അത് ഏത് ദുഃഖം കൂടെയായി? ആധ്യാത്മിക ദുഃഖം കൂടിയായി. യഥാർത്ഥത്തിൽ അവിടെ നിൽക്കുന്നതേ ഉള്ളൂ, പക്ഷെ നമ്മൾ ഇവിടുന്ന് വേദനിക്കുക. അതിനർത്ഥം എന്താ? നമ്മുടെ മനസ്സാണ് ഇപ്പൊ നമ്മൾ വേദനിപ്പിക്കുന്നത്, അവരല്ല വേദനിപ്പിക്കുന്നത്. അവരവിടെ നിന്നത് കൊണ്ട് നമ്മുടെ മനസ്സ് നമ്മളെ വേദനിപ്പിക്കാൻ തുടങ്ങും. ഇപ്പൊ ഇവിടെ അർജുന അനുഭവിക്കുന്ന ദുഃഖം ഏത് ദുഃഖം കൂടിയാണ്? ആധ്യാത്മിക ദുഃഖവും കൂടിയാണ്. ഈ യുദ്ധം തുടങ്ങി കഴിഞ്ഞാൽ അവർ അമ്പ് എഴുതിന്റെ നെഞ്ചില് കുറെ അമ്പ് ഒക്കെ ഇടും. അപ്പൊ ഏത് ദുഃഖം കൂടെയായി? ആദി ഭൗതിക ദുഃഖം കൂടിയായി. മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിക്കും, ശാരീരികമായി വേദനിപ്പിക്കും. ഇപ്പൊ മാനസികമായി വേദനിപ്പിക്കുന്നു, ശാരീരികമായി വേദനിപ്പിക്കും. അപ്പൊ അർജുനൻ ഇപ്പൊ അനുഭവിക്കുന്ന ദുഃഖം എന്ന് പറയുമ്പോൾ ആധ്യാത്മിക ദുഃഖവുമാണ്, ആദി ഭൗതിക ദുഃഖവുമാണ്. അപ്പൊ അതിന് കൃഷ്ണൻ എന്ത് ഉപദേശമാണ് കൊടുക്കുന്നത്? അത് നിനക്ക് മാത്രമുള്ളതല്ല, ഈ ലോകത്തിലെ എല്ലാവർക്കും ഈ ദുഃഖമുണ്ട്. എന്നിട്ട് കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ വന്നവർക്കറിയാം, ഞാനൊരു ശ്ലോകം പറഞ്ഞു. ഏത് ശ്ലോകമാണ് പറഞ്ഞത്? കഴിഞ്ഞ ആഴ്ച ഒരു ശ്ലോകം പറഞ്ഞു. ശ്രീമദ് ഭാഗവതം 10-ാമത്തെ സ്കന്ധം. പറയൂ, നിങ്ങൾ എഴുതി വെച്ചോ നോക്കട്ടെ. 10-ാമത്തെ സ്കന്ധം 5-ാം അധ്യായം അല്ലെ? 5-ാം അധ്യായം 59-ാം ശ്ലോകമാണോ? 58-ആണോ? 59? 88-ാം ശ്ലോകം ആണോ? 58-ാം, കറക്റ്റ് 58. 10-5-58 എന്നുള്ള ശ്ലോകത്തില് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാല് അതല്ല, അതാണെന്ന് അത് ഞാൻ പറയാം. അതായത് അതിന്റെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, മരച്ചില്ലകളും കൊമ്പുകളും നദിയിൽ ഒഴുകി വരുമ്പോ പരസ്പരം ഇടിച്ചിട്ട് ആ വെള്ളം ഒഴുകുന്നതിന്റെ കൂടെ ഇങ്ങനെ ഒഴുകി പോകുമ്പോ ഇടയിൽ ഏതെങ്കിലും കല്ലോ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഒരു ചില്ല ഇതിലേ ഒഴുകി പോവും, മറ്റൊരു ചില്ല ഇതിലേ ഒഴുകി. പിന്നെ ഒരു കാലത്തും അവർ തമ്മിൽ ഒരുമിച്ച് ചിലപ്പോൾ കൂടാതെ എന്നേക്കുമായി അവർ പിരിഞ്ഞകന്നങ്ങ് പോകും എന്നതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുമിച്ച് വരുന്ന നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ
മറ്റുള്ള ഈ ചുറ്റുവട്ടത്തിൽ കാണുന്ന എല്ലാ ബന്ധങ്ങളും എന്നാണ് ഏതിൽ പറഞ്ഞിരിക്കുന്നത്? ശ്രീമദ് ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ ഒരുമിച്ചിരിക്കുന്ന സമയം എത്രയേ ഉള്ളൂ? വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഏതോ പൂർവ്വജന്മ കർമ്മം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്തത് കൊണ്ടാണ് ആ കുറച്ച് സമയം നമ്മൾ ഒരുമിച്ച് വന്നത്. കുറെ കഴിയുമ്പോ അവരവരുടെ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി അവരവരുടെ കർമ്മഫലം വ്യത്യസ്തമായത് കൊണ്ട് വ്യത്യസ്ത ലോകത്തിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു പോവാൻ വിധിക്കപ്പെട്ടവരാണ്. ഒരു താൽക്കാലികമായി കുറച്ചു നേരം ഒരുമിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം എന്നേക്കുമായി നമുക്ക് ഒരുമിച്ച് ഇരിക്കാമെന്ന് ആരും സ്വപ്നം കാണണ്ട എന്ന് തന്നെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അത് എത്ര തന്നെ ഇന്റിമസി ഉണ്ടെങ്കിലും നമ്മൾ പിരിയേണ്ടവരാണ് എന്നാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത്. കേൾക്കുന്നുണ്ടോ? അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു പ്രായത്തില് നമുക്കറിയാം, നമ്മുടെ മക്കളൊക്കെ നമ്മുടെയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ മക്കളായിരുന്ന കാലത്ത് നമ്മുടെ സഹോദരി സഹോദരന്മാരോടൊക്കെ ഭയങ്കര സ്നേഹവും ബഹുമാനവും റെസ്പെക്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും ഭയങ്കര ഇന്റിമസി ഒക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുറെ സമയം കഴിഞ്ഞപ്പോ നമ്മൾ വലുതായി, ജോലി കിട്ടി, ഒരാൾ വേറെ സ്ഥലത്ത് പോയി, വേറെ സ്ഥലത്ത് പോയി, കുറെ കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് വല്ലപ്പോഴും ഒരിക്കൽ കാണുന്നത് പോലെ അല്ലേ? അവർക്ക് വേറെ കുടുംബം, നമുക്ക് വേറെ കുടുംബം. പണ്ടത്തെ ഇന്റിമസിയോ ഫ്രണ്ട്ഷിപ്പോ ഒരുമിച്ചുള്ള ഡിസ്കഷൻസോ കെട്ടിപ്പിടിപ്പോ ഒന്നും പിന്നെ പിന്നെ ഇല്ല. അവർക്ക് മക്കളുണ്ടായി. ആ കല്യാണമാണ് കാരണം നമ്മൾ പറയും. ആ ആ ആയിക്കോട്ടെ, മുക്കാൽ ഭാഗം ശരിയാണ്, ഇല്ലെന്നല്ല. കുറെ കഴിയുമ്പോൾ മക്കളായെന്ന് വെച്ചോ, ഈ മക്കളും അവരുടെ മക്കളും ഇവരുടെ മക്കളും തമ്മിൽ അടിയാകുമ്പോൾ ആരുടെ മക്കളുടെ ഭാഗത്ത് നമ്മൾ നിൽക്കും? തെറ്റെന്തായാലും അവരവരുടെ മക്കളുടെ ഭാഗത്ത് നിൽക്കത്തുള്ളൂ. ഇറങ്ങി തിരിഞ്ഞ് നിയമം ഒക്കെ കഥ എല്ലാം കേട്ടോണ്ടിരിക്കും. അവസാന ഡിസിഷൻ എടുക്കുന്നത് നമ്മുടെ മക്കൾക്ക് അനുകൂലമായി ആയിരിക്കരുത്. ധൃതരാഷ്ട്രനെ പോലെ അല്ലെ? ധൃതരാഷ്ട്രനെ പോലെ, അതാണ് കറക്റ്റ്. കഥയൊക്കെ കേൾക്കും, എല്ലാം കേട്ടിട്ട് അവസാനം നമ്മൾ ആരുടെ ഭാഗത്ത് നിൽക്കത്തുള്ളൂ? മക്കളുടെ ഭാഗത്ത് നിൽക്കും. കേൾക്കുന്നുണ്ടോ? അപ്പോ പണ്ടത്തെ ഇന്റിമസി വീണ്ടും ഉണ്ടോ? ഇല്ല. പണ്ടത്തെ ഇന്റിമസി ഇല്ല, കുറഞ്ഞു. ആ ഇന്റിമസി എന്തുകൊണ്ട് കുറഞ്ഞു എന്ന് ചോദിച്ചാല്, അന്ന് ആ കർമ്മഫലം അനുസരിച്ച് ഒരുമിച്ച് കൂടേണ്ട സമയത്ത് നമ്മൾ ഒരുമിച്ച് ബന്ധം ഉണ്ടായിരുന്നു. ഇറങ്ങിയോളൂ മക്കൾ, ഇറങ്ങി. ശരി, വന്നതിൽ സന്തോഷം. ഹരേ സാർ, ട്യൂഷനല്ലേ, ഇറങ്ങി. ആ ഇന്റിമസി അനുസരിച്ച് നമ്മൾ ഒരുമിച്ച് വരാനുള്ള ഒരു പൂർവ്വജന്മ കർമ്മം ഉള്ളത് കൊണ്ട് നമ്മൾ ഒരുമിച്ച് വന്നിരുന്നു. എന്നാൽ അവരവരുടെ കർമ്മഫലം അനുസരിച്ച് ഒരാളെ വിവാഹം കഴിച്ച് അനുഭവിക്കണം എന്നൊരു യോഗം കൂടെ ഉണ്ട്. ആ സമയമായപ്പോ അതിലേക്ക് അവരവർ മാറാൻ തുടങ്ങി. അപ്പൊ അവരുടെ പൂർവ്വജന്മ കർമ്മം അനുസരിച്ച് പുത്രൻ ജനിക്കാനും അല്ലെങ്കിൽ പുത്രി ജനിക്കാനും അല്ലെങ്കിൽ പിള്ളേരില്ലാതിരിക്കാനും ഒക്കെയുള്ള ഒരു യോഗം ഓരോരുത്തർക്കും വേറെ വേറെയാണ്. അത് അവരവർ അനുഭവിച്ചില്ലേ പറ്റും. ആ സമയമാകുമ്പോൾ അത് അനുഭവിക്കണം. അപ്പൊ പഴയ കാര്യങ്ങളല്ല അനുഭവിക്കേണ്ടത്, പുതിയ ഇഷ്യൂസ് ഒക്കെയാണ് ഫേസ് ചെയ്യേണ്ടത്. അപ്പൊ അത് അവർ ഫേസ് ചെയ്യുകയാണ്. പിന്നെ പിള്ളേർ തമ്മിലുള്ള തലയിട്ട് അടി കൂടാ, അങ്ങനെ ഒരു യോഗം കൂടെ കിടപ്പുണ്ട്, അതും അനുഭവിക്കണം അല്ലെ? അപ്പൊ പഴയ ആ ഒരു ഇന്റിമസി പിന്നെ പിന്നെ ഫേസ് ചെയ്യാനുള്ള, എൻജോയ് ചെയ്യാനുള്ള സമയമില്ല. കാരണം നമ്മള് അതായത് സമയമില്ല എന്ന് പറയാൻ കാരണം, നമ്മൾ നിൽക്കുന്നത് നല്ല ശക്തമായി ഒഴുകുന്ന പുഴയുടെ നടുക്കാണെന്ന് വെച്ചോ. അപ്പൊ ഒരേ സ്ഥലത്ത് നിൽക്കാൻ പറ്റൂ? ആ പ്രവാഹത്തിന്റെ കൂടെ മൂവ് ചെയ്തേ പറ്റൂ. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തില് ഒരേപോലെ സിറ്റുവേഷൻ എന്നും കാണത്തില്ല. അതൊരു പ്രവാഹത്തിന്റെ പുറകെയാണ്. നമ്മൾ ഇടയിൽ അല്പം ചില വെള്ളം ഇങ്ങനെ വന്ന് തട്ടി ഒരു പാറയിൽ ഇടിച്ച് കുറച്ച് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറെ വെള്ളം കൂടി വരുമ്പോൾ അത് വെള്ളം കൂടുമ്പോൾ വീണ്ടും അതൊക്കെ കെട്ടി അങ്ങ് ഒഴുകി പോകണം, ഇല്ലേ? ഇതേപോലെ ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ കുറച്ചു നേരം സന്തോഷിക്കാനുള്ള ഒരു സമയം കിട്ടിയത് ഒഴിച്ച് പ്രവാഹം ഇല്ലാതാവുന്നില്ല. കാലപ്രവാഹം നമ്മളെ തള്ളുകയാണ്. തള്ളുമ്പോൾ ആ ഏരിയ വിട്ട്, ആ സിറ്റുവേഷൻ വിട്ട്, ആ സാഹചര്യം വിട്ട്, ആ ആൾക്കാരെ വിട്ട് നമ്മുടെ കർമ്മഫലം നമ്മളെ തള്ളി വിട്ടുകൊടുക്കും. വീണ്ടും അങ്ങ് തള്ളി മുന്നോട്ട് പോയേ പറ്റൂ. അപ്പൊ പഴയ കൂട്ടുകെട്ട് നമുക്ക് കാണത്തില്ല, പഴയ ആൾക്കാരായിട്ട് ബന്ധം ഉണ്ടാവത്തില്ല. നമ്മൾ എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. എന്നാൽ ഉള്ള നീ പരമാത്മാവിനെ മടയാ നീ എന്തുകൊണ്ട് കാണുന്നില്ല? യഥാർത്ഥ ബന്ധുവും ഒരിക്കലും നഷ്ടപ്പെടാത്ത സുഹൃത്തും അയാളല്ലേ? അയാളെ നീ എന്തുകൊണ്ട് കാണുന്നില്ല എന്നാണ് കൃഷ്ണൻ ഭൗതികതയിലോട് ചോദിച്ചത്. മനസ്സിലായോ? ഇതാണ് പരമ യാഥാർത്ഥ്യമാണ് കൃഷ്ണൻ ചോദിക്കുന്നത്. നിന്റെ ശുഭകാംക്ഷിയും നിന്റെ നന്മ ആഗ്രഹിക്കുന്നതുമായ ജീവാത്മാവിന്റെ, എല്ലാ ജീവാത്മാവിന്റെ ഹൃദയ കമ്പനിയിൽ കൂടുതൽ പരമാത്മാവിനെ അല്ലേ നീ കൂടുതൽ കമ്പനി അടിക്കണം? അതാകുമ്പോൾ എന്നേക്കുമായി നിന്റെ കൂടെ നിലനിൽക്കും. ബാക്കിയുള്ളതൊന്നും നിന്റെ കൂടെ എന്നേക്കും നിലനിൽക്കത്തില്ല എന്നാണ് കൃഷ്ണൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇന്ന് ഈ കാണുന്ന ഈ ആൾക്കാരൊക്കെ താൽക്കാലികമായിട്ട് നിന്റെ ഫ്രണ്ടില് ഓരോ വേഷം ധരിച്ചു വന്നവരാണ്, സമ്മതിച്ചു. പക്ഷെ എന്നേക്കുമായി അവർ നിന്റെ കൂടെ കാണുന്നത് നീ എങ്ങനെ വിചാരിച്ചു? അതങ്ങനല്ലല്ലോ ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു.
എന്നാൽ അവര് തെറ്റാണ് കാണിച്ചതെങ്കിൽ നീ മുഖം നോക്കാതെ നിന്റെ ഡ്യൂട്ടി, ഒഫീഷ്യൽ ഡ്യൂട്ടി ചെയ്യണം. നിന്റെ ഒഫീഷ്യൽ ഡ്യൂട്ടി അനുസരിച്ച് നീ ആരാണ്? നീ രാജ്യത്തിന്റെ രക്ഷകനായിട്ടിരിക്കുന്ന പോലീസാണ്, പട്ടാളക്കാരനാണ്. പട്ടാളക്കാരന്റെ ഡ്യൂട്ടി മുഖം നോക്കാതെ തെറ്റ് ചെയ്യുന്നതിനെ വെടിവെക്കണം. ഇപ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ആരാണ്? നിന്റെ സ്വന്തക്കാരനാണ്. പക്ഷെ നീ ഒഫീഷ്യൽ ഡ്യൂട്ടിയിലാണ് നിൽക്കുന്നത്. അപ്പൊ സ്വന്തക്കാരന്റെ മുഖം അല്ല നോക്കേണ്ടത്, അക്രമിയുടെ മുഖമാണ് നീ കാണേണ്ടത്. അവർ അക്രമമാണ് ചെയ്യുന്നതെങ്കിൽ അവർ അക്രമി മാത്രമാണ്, സ്വന്തക്കാരനല്ല. നീ മുഖം നോക്കാതെ വെടിവെക്കൂ എന്നേ കൃഷ്ണൻ പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞു. അപ്പൊ ഓപ്പോസിറ്റ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന ആള് ധർമ്മത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്, നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ടല്ല. ഈ തോക്ക് തന്നിരിക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം വെടിവെക്കാനാണോ പട്ടാളക്കാർ കൊടുത്തിരിക്കുന്നത്? പോലീസിന് തോക്ക് കൊടുത്തിരിക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം അയാൾക്ക് ഇഷ്ടമില്ലാത്ത ആളെ വെടിവെക്കാനാണോ? അല്ല. പകരം ഗവൺമെന്റിന്റെ നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരെ വെടിവെക്കാൻ. അതും ഗവൺമെന്റ് നിർദ്ദേശം നൽകിയാൽ മാത്രമേ വെടിവെക്കാനും പാടും. ഇല്ല, ശരിയല്ലേ? അതേപോലെ ധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ് അർജുനനെ ഭഗവാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പോ കൃഷ്ണനാണ് പറയുന്നത് വെടിവെക്കാൻ. അപ്പോ ധർമ്മത്ത് സാക്ഷാത് ഭഗവത് പ്രണീനം. ധർമ്മം എന്ന് പറയുന്നത് ഭഗവാൻ പറയുന്നതാണ് ധർമ്മം. ഭഗവാൻ കൃഷ്ണൻ പറയുന്നു അവർ അക്രമികളാണ്, വെടിവെച്ചോളൂ എന്ന് പറഞ്ഞാൽ അത് ആരും അനുസരിച്ചാൽ മതി, അർജുനൻ. അല്ലാതെ അത് എന്റെ സ്വന്തക്കാരെന്ന് പറയാൻ പാടില്ല. മുഖം നോക്കാതെ ഒഫീഷ്യൽ കൃത്യനിർവഹണം നടത്തണം എന്നതാണ് ഇന്നത്തെ ശ്ലോകം കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് ഉപദേശിക്കുന്നത്. എന്നാൽ ജീവിത രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതേപോലെ സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ ക്രിമിനൽസ് ആയിട്ട് ഫ്രണ്ടിൽ വരും. പക്ഷെ അവരെല്ലാം നമ്മൾ അധർമ്മികളാണ് അവരെങ്കിൽ മുഖം നോക്കാതെ ധീരമായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് ഇന്നത്തെ ശ്ലോകത്തിലൂടെ പറയാൻ. ഇനി ഇന്നത്തെ ശ്ലോകത്തിൽ എനിക്ക് ഭഗവാന്റെ കൃപയാൽ ഞാൻ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വന്നൊരു കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഭാവാർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആരൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് പറയും? കഥയാണ്. ഇത്രയും നേരം ഞാൻ ഫിലോസഫിയാണ് പറഞ്ഞത്. ഇനി ഇതിനകത്തുള്ള കഥ പറയാനാണ് സമയം വേണ്ടത്. സമയം ഉണ്ടെന്ന് തോന്നുന്നില്ല. സ്വപിതാവിന്റെ വയസ്സനായ ഭൂരിശ്രവസ്. സ്വപിതാവ് ആരാണ്? പാണ്ഡുവിന്റെ അർജുനനാണ് നോക്കുന്നത്. സ്വപിതാവിന്റെ സമവയസ്കനായ ഭൂരിശ്രവസ് ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ സ്വപിതാവ് ആരാണ്? നമുക്കറിയാം, പാണ്ഡുവാണ്. അപ്പൊ പാണ്ഡുവിന്റെ പ്രായമുള്ള ഭൂരിശ്രവസ് എവിടെയുണ്ട്? ഓപ്പോസിറ്റ് ടീമിന് നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ നിൽക്കുകയാണ്. രണ്ട്, ഭീഷ്മദേവനെ പോലുള്ള മുത്തച്ഛൻ അവിടെയുണ്ട്, അല്ലേ? മുത്തച്ഛനാണ്. കാരണം പാണ്ഡുവിന്റെ അതായത് നമ്മുടെ ഇദ്ദേഹം അർജുനന്റെ മുകളിൽ പാണ്ഡുവും ധൃതരാഷ്ട്രവും, അതിനു മുകളിൽ ചിത്രാംഗതൻ വിചിത്രവീരൻ അതേ പ്രായമാണ് ഭീഷ്മദേവനോട്. ശരിയാ. ആ മുത്തച്ഛനാണ്. ചിത്രാംഗതനും വിചിത്രവീരനും മരിച്ചു. അപ്പൊ ആ ടീമില് ഭീഷ്മദേവൻ ഉണ്ട്. അതിന്റെ തൊട്ട് താഴെ തലമുറ പാണ്ഡു മരിച്ചു, ധൃതരാഷ്ട്രമുണ്ട്, വിതുരനുണ്ട്. ഓക്കെ. അതിന്റെ തൊട്ട് താഴെ അർജുൻ. അപ്പോ അച്ഛന്റെ പ്രായത്തിലുള്ള ഭൂരിശ്രവസിനെ പോലത്തെ ആ പ്രായക്കാരുണ്ട്. അതിന് മുകളിൽ മുത്തച്ഛനായ ഭീഷ്മദേവന്റെ പ്രായമുള്ള സോമദത്തൻ എന്നുള്ള ആളും അവിടെയുണ്ട്. സോമദത്തിന്റെ പുത്രനാണ് ഭൂരിശ്രവസ്. സോമദത്തൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആളിന്റെ പുത്രനാണ് നേരത്തെ പറഞ്ഞ ഭൂരിശ്രവസ്. ഇരിക്കും. അടുത്തത് ദ്രോണാചാര്യർ, കൃപാചാര്യർ പോലുള്ള ഗുരുജനങ്ങൾ, നമ്മളെ തറാപറ പഠിപ്പിച്ച ആൾക്കാർ. അതും ഓപ്പോസിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. അടുത്തത് ശല്യർ, ശകുനി പോലുള്ള മാതുരന്മാർ. ശല്യർ എന്ന് പറഞ്ഞാൽ നകുലന്റെ സഹദേവന്റെ അമ്മയായ മാതൃയുടെ സഹോദരനാണ് ആര്? ശല്യൻ. ശകുനി എന്ന് പറഞ്ഞാൽ ആരാണ്? ദ്രൗപദി അല്ല, ഗാന്ധാരിയുടെ സഹോദരനാണ്. അതായത് ദുര്യോധനന്റെ മാമനാണ്. അപ്പൊ ആരുടെ മാമനാണ്? അർജുനന്റെ മാമൻ. അർജുനന്റെ മാമൻ. പിന്നെയോ ദുര്യോധന ആദികളായ സഹോദരന്മാർ. അപ്പൊ ദുര്യോധനൻ അടക്കമുള്ള 100 ആരുണ്ട്? സഹോദരന്മാരുണ്ട്. സഹോദരി ദുഷള എന്ന് പറയുമ്പോൾ സഹോദരിയുടെ ഭർത്താവ് ജയദ്രഥൻ ഓപ്പോസിറ്റ് നിൽക്കുക, അളിയനും കൂടെ ഓപ്പോസിറ്റ് നിൽക്കുക. അടുത്തത് ലക്ഷ്മണനാദികളായ പുത്രന്മാർ. ലക്ഷ്മണൻ ആരാണ്? ദുര്യോധനന്റെ പുത്രനാണ്. രാമന്റെ അനുജൻ ലക്ഷ്മണനുണ്ട്, അതല്ല. ഇവിടെ ദുര്യോധനന്റെ പുത്രന്റെ പേര് ലക്ഷ്മണൻ. ആ ലക്ഷ്മണനെ പോലുള്ള 100 കൗരവന്മാരുടെ പുത്രന്മാർ ആരുടെ കൂടെ ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ട്? ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ട്. അർജുനന്റെ പുത്രന്മാരും പഞ്ചപാണ്ഡവരുടെ പുത്രന്മാരും ഒക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഒപ്പം നിൽക്കുന്നുണ്ട്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് കൗരവന്മാരുടെ പുത്രന്മാർ നിൽക്കുന്നു. ഇനി അടുത്തതോ അശ്വത്ഥാത്മാവ് പോലുള്ള സുഹൃത്ത്. അശ്വത്ഥാത്മാവ് ആരുടെ പുത്രനാണ്?
ഗുരുവിന്റെ ദ്രോണാചാര്യന്റെ പുത്രനാണ്, എന്നാൽ ഇവരുടെ സുഹൃത്തുക്കളുമാണ്. ഇത്രയും കാലം നല്ല സുഹൃത്താണ്. എന്നാൽ ഇപ്പൊ നിൽക്കുന്നത് ഓപ്പോസിറ്റ് ടീം. പോരാഞ്ഞിട്ട് ഇനി അടുത്തതോ ഗുണകാംക്ഷികളായ കൃതവർമ്മനെ പോലുള്ള, നമുക്ക് ഗുണമുള്ള ഗുണകാംക്ഷികളായ കൃതവർമ്മനെ പോലുള്ള ഏതക്കെട്ട പോലുള്ള ഗുണകാംക്ഷി സുഹൃത്തുക്കളല്ല, എന്നാൽ നമുക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഗുണകാംക്ഷികൾ ഇപ്പൊ ഏത് പക്ഷം നിൽക്കുന്നു? ഓപ്പോസിറ്റ് നിൽക്കുന്നു. കൃതവർമ്മനെ പോലുള്ള ആൾക്കാർ ആണ്. അപ്പൊ ഇത് ആരൊക്കെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് അറിയാൻ വേറൊന്നും ചെയ്യേണ്ട. നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം നടന്ന് നമ്മൾ ആരെയൊക്കെ വിളിക്കുന്ന ഒരു കണക്ക് എഴുതിയാൽ മതി. അവരെല്ലാം ഇപ്പൊ ഏത് ഭാഗത്ത് നിൽക്കുന്നുണ്ട്? ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ട് കുടുംബത്തിൽ മാറി നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നാറില്ലേ? അതേ അവസ്ഥ തന്നെയാണ് അർജുനന് ഇതാ പോകാതിരിക്കുന്നത്. ഒരു വിഷയം വന്നപ്പോ എല്ലാവരും വോട്ടിടാൻ എവിടെ നിൽക്കുന്നു? ഓപ്പോസിറ്റിനെ വോട്ടിടത്തുള്ളൂ, നമ്മൾ ആർക്കും വേണ്ട. ഇതാണ് അവസ്ഥ. ഈ അവസ്ഥ തന്നെയാണ് അർജുനുണ്ടായത്. അപ്പൊ നല്ല സൂട്ടായിരിക്കുകയാണ് നമ്മുടെ സിറ്റുവേഷൻ, അല്ലേ? അതാ. അപ്പോ ഇതിനകത്ത് ഓരോ ആൾക്കാരെയും കുറിച്ച് ഓരോ മണിക്കൂർ ചർച്ച ചെയ്യപ്പെടാൻ. ആരാണ് ഭൂരിശ്രവം, ആരാണ് ഭീഷ്മർ, ആരാണ് സോമദത്ത്, ആരാണ് കൃപാചാരി, ആരാണ് ശല്യം, ആരാണ് ശകുനി, ആരാണ് ലക്ഷ്മണൻ, ആരാണ് ദുര്യോധനൻ, ആരാണ് അശ്വതാത്മാവ്, ആരാണ് കൃതവർമ്മ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടണം. ഇതില് എന്തെങ്കിലും നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് ഭീഷ്മനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ദ്രോണനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ദുര്യോധനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ബാക്കി ആരെയും കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. അതെല്ലാം നല്ല അടിപൊളി ക്ലാസ് ഞാൻ പ്രിപ്പയർ ചെയ്താണ് വന്നിരിക്കുന്നത്. മണി എത്രയായി? 15 മണി. ഇന്ന് എനിക്ക് ഒരു സെമിനാറുണ്ട്. എനിക്ക് ബാർ അസോസിയേഷനിൽ എനിക്കൊരു അഡ്വക്കേറ്റ് ബന്ധപ്പെട്ട ഒരു സെമിനാറുണ്ട്. അപ്പൊ അവിടെ 9:30 മുതൽ ക്ലാസ് തുടങ്ങിയാണ്. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ വരാൻ വേണ്ടി ആരെയൊക്കെ അറേഞ്ച് ചെയ്യാൻ നോക്കി, നടന്നില്ല. അവസാനം ഞാനിത് മുടക്കണ്ട, കാരണം ഞാൻ മുടക്കിയാ പിന്നെ നിങ്ങളും മുടക്കാൻ തുടങ്ങുമെന്ന് വിചാരിച്ചിട്ട് അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എന്തായാലും വരാൻ വിചാരിച്ചു വന്നതാണ്. അതുകൊണ്ട് ഈ ഓരോ ഭക്തജനങ്ങളല്ല, ഓരോ കഥാപാത്രങ്ങളെയും കുറിച്ച് ഇനിയുള്ള ക്ലാസ്സിൽ ഇവരുടെ പൂർവ്വജന്മം എന്ത്, ഈ ജന്മം എന്ത്, ഈ ജന്മം അവരെന്തൊക്കെ ചെയ്തു മഹാഭാരതത്തില്, അവർ തരുന്ന ഗുണപാഠം എന്താണ്, അവരുടെ ആക്ടിവിറ്റിയിലൂടെ നമുക്ക് തരുന്ന ഗുണപാഠം എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഭഗവാന്റെ കൃപയാൽ ചർച്ച ചെയ്യപ്പെടാനുള്ള അവസരം ഭഗവാൻ തന്നെ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനെല്ലാം നിങ്ങളെ സഹായിച്ച്, നിങ്ങളുടെ ശരീരം, മനസ്സ്, ബുദ്ധി എല്ലാം കൊണ്ട് ഇതിനകത്ത് നിങ്ങൾ കയറി വരണം. നിങ്ങളെയും സഹായിക്കാൻ നിങ്ങൾ ശ്രമിക്കാം. ഓക്കെ, എല്ലാ ആഴ്ചയും റെഗുലറായിട്ട് വരിക. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ സൗഭാഗ്യം ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. വന്നു ചേർന്ന് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷ പറയും. നന്ദി. ഹരേ കൃഷ്ണ. യോഗ സമസ്ത സുഖിനോ. താങ്ക് യു. ഓൺലൈനിൽ വന്ന ഡ്യൂട്ടീസിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും. ഹരേ കൃഷ്ണ പ്രഭുജി. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഡൗട്ട് അല്ല പ്രഭുജി, എന്തുകൊണ്ട് ഞായറാഴ്ച വെക്കണം? ഞായറാഴ്ച സത്സംഗം ഉള്ളതല്ലേ? അതാണ്. അപ്പൊ അതുകൊണ്ട് ഓൺലൈനിൽ വളരെ കുറവ് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഉച്ച കഴിഞ്ഞിട്ട് വെച്ചാല് ഞങ്ങൾക്കും കൂടി ഉപകാരമായേനെ. ഇതിപ്പോ ബൈ ചാൻസ് എനിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് ക്ലാസ്സിൽ കയറിയെന്നുള്ളൂ. പ്രഭുവിന്റെ ക്ലാസ് കണ്ടപ്പോൾ കയറാൻ പറ്റി. മനസ്സിലായി മാതാജി. നമുക്ക് ഞായറാഴ്ച ദിവസമാണ് എല്ലായിടത്തും ആൾക്കാര് നമ്മളെ ക്ലാസ്സിന് ക്ഷണിക്കുന്നത്. അതുകൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രഡിക്ഷൻ വരികയാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ, ഭഗവത്ഗീത ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് 700 ശ്ലോകവും നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ തീരുമാനിച്ചാണ് ഇവിടെ നമ്മളൊരു യജ്ഞം പോലെ സ്റ്റാർട്ട് ചെയ്തത്. ഭഗവാൻ സഹായിച്ച് 26 ശ്ലോകം ഇന്നോടുകൂടി കഴിഞ്ഞു. 700 ശ്ലോകത്തിൽ 26 കവർ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അഭയചരണം TV എന്നുള്ള യൂട്യൂബിൽ അപ്ലോഡഡ് ആണ്. അപ്പൊ മാതാജി നേരിട്ട് ലൈവായിട്ട് ക്ലാസ്സിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി ദയവായി യൂട്യൂബ് ചാനലില് അഭയചരണം TV എന്നുള്ള സെക്ഷനിൽ ഭഗവത്ഗീത എന്നുള്ള ഒരു സെഷൻ ഉണ്ട്. അപ്പൊ അതില് പോയാൽ ഇന്ന് വരെയുള്ള ക്ലാസ് കംപ്ലീറ്റും കവർ ചെയ്യാൻ പറ്റും. പല ആൾക്കാരും ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ കൂടി അവരുടെ സമയം അനുവദിക്കുന്ന സമയത്ത് യൂട്യൂബ് ചാനലിൽ കയറി ക്ലാസ് കേൾക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ദയവായി മാതാജി അതിന്റെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് വിനീതമായിട്ട്. താങ്ക് യു മാതാജി. ക്ലാസ്സിൽ വന്നതിന് വളരെ നന്ദി. ഹരേ കൃഷ്ണ. സ്വാഗതം. ഹരേ കൃഷ്ണ. അതേപോലെ 10ാമത്തെ സ്കന്ധത്തില് 5ാമത്തെ അധ്യായം, പിന്നെ ഏതാ ശ്ലോകം പറഞ്ഞത് പ്രഭുജി? അതാണ് ഞാൻ പറയാം മാതാജി. ഒരു മിനിറ്റ്, ഞാൻ ബുക്ക് കൊണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ ശ്ലോകം എത്രയാണ് ഒന്ന് പറയാമോ? ഓർക്കാൻ വേണ്ടി ഒന്ന് നോക്കി പറയോ മാതാജി പ്ലീസ്. മാതാജി 10ാം അധ്യായം 10ാം സ്കന്ധം 5ാം അധ്യായം അല്ല 25ാം ശ്ലോകം. ശ്രീമദ് ഭാഗവതത്തിൽ നമ്മൾ അന്ന് പറഞ്ഞ ശ്ലോകം ഒന്ന് നിങ്ങൾ എഴുതി വച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ അതല്ല
10-ാം സ്കന്ധം 5-ാം അധ്യായം 25 ആകെ 32 ശ്ലോകം ഉള്ളൂ അതില്. ഞാൻ നോക്കട്ടെ, ഒരു മിനിറ്റ്. ഇത് നല്ല ചോദ്യമാണ്, ഞാനൊന്ന് ഇപ്പൊ തന്നെ ക്ലിയർ ആക്കാം. ഒരു മിനിറ്റ് ഓൾറെഡി. 10-ാം സ്കന്ധം 5-ാം അധ്യായം അതാണ് ഞാൻ ചോദിക്കുന്നത്. തന്നെ 58-ാം ശ്ലോകം അല്ലേ നിങ്ങൾ മാതാജി? അതല്ലേ പറഞ്ഞു 58 ശ്ലോകം. 58 ഇല്ല, ആകെ 32 ശ്ലോകം ഉള്ളു പ്രഭുജി അതില്. ഞാന് ഒരു മിനിറ്റ്, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ മാതാജി, ഹോൾഡ് ചെയ്യണേ നിങ്ങള്. എനിക്കൊരു ഡൗട്ട് ഉണ്ട് ആ ശ്ലോകം എത്രയാണ്. പക്ഷെ നല്ല സൂപ്പർ ശ്ലോകമാണ്. എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്രശ്നത്തിന് കറക്റ്റ് സൊല്യൂഷൻ ആണ് ഈ ശ്ലോകം എന്ന് എനിക്ക് മനസ്സിലായി. 10:5:25 തന്നെ കേട്ടോ മാതാജി, 10:5:25 കേട്ടോ. ഹരേ കൃഷ്ണ പ്രഭു. നോക്കിയപ്പോൾ അതില് 32 10:5:25 ശ്ലോകേ ആകെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് 58 പറഞ്ഞപ്പോൾ എനിക്ക് സംശയം തോന്നി. ആണ് 10. നിങ്ങൾ നേരത്തെ 58 എന്താണ് പറഞ്ഞത്? ശരി മാതാജി, താങ്ക് യു. 10:5:25 കേട്ടോ. അതായത് ഇംഗ്ലീഷ് ഞാൻ വായിക്കാം. മെനി പ്ലാങ്ക്സ് ആൻഡ് സ്റ്റിക്സ് അൺഎബിൾ ടു സ്റ്റേ ടുഗദർ ആർ carried away by the force of a river's waves. Similarly, although we are intimately related with friends and family members, we are unable to stay together because of the varied past deeds and waves of the time. സൂപ്പർ ശ്ലോക, അടിപൊളി ശ്ലോക. നമ്മുടെ നൈഗത്ര പ്രിയ സംഭാഷണോ പ്രജി? നൈഗത്രയാണോ? നൈഗത്ര പ്രിയ സംഭാഷ അതാണോ? അത് തന്നെ, നൈഗത്ര പ്രിയ സംഭാഷ, അത് തന്നെ. നല്ല ഉഗ്രൻ ശ്ലോകമാണ്. നമ്മുടെ ബന്ധങ്ങൾ വച്ചുള്ള ബന്ധങ്ങൾ എങ്ങനെയായിരിക്കും, എങ്ങനെയാണ്, അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണ് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായി പറയുന്ന മനോഹരമായ ശ്ലോകം. 10:5:25. താങ്ക് യു മാതാജി, ക്ലാരിഫൈ ചെയ്തതിന് വളരെ നന്ദി. ഹരിബോ, താങ്ക് യു മായ പ്രഭു മാതാജി, നന്ദി. ഹരേ കൃഷ്ണ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം ഭഗവത്ഗീത കി ജയ്, ശ്രീല പ്രഭുപാദ് കി ജയ്, ശ്രീല ഗുരുദേവ് കി ജയ്, ഗൗര പ്രമന്ദേ. കണ്ട 10:5:25.